കാർഷിക ക്ഷീര മേഖലകൾക്കും ശുചിത്വത്തിനും മുൻതൂക്കം നൽകി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 35 കോടിയിലധികം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന വികസനോന്മുഖമായ ബജറ്റാണ് ഭരണസമിതി ജനങ്ങൾക്കായി സമർപ്പിച്ചത്. വികസന കുതിപ്പിന് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളുമായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മൊത്തം 35,54,399 രൂപ വരവും 21,98,45,570 രൂപ ചെലവും 13,79,37,311 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക ക്ഷീരമേഖലകളുടെ പുരോഗതിക്കും മാലിന്യമുക്തമായ പരിസരം ഉറപ്പാക്കുന്ന ശുചിത്വ പദ്ധതികൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം, പുതിയ തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും അർഹമായ പരിഗണന ബജറ്റിലുണ്ട്. ജില്ലയുടെ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി തുക വകയിരുത്തിക്കൊണ്ടും ഉള്ള ബഡ്ജറ്റാണ് 2026-27 വർഷത്തിലേക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ സാമ്പത്തിക ഘടനയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയ്ക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങളായ റിൻസി സിബി, പ്രഭാ തങ്കച്ചൻ, സിബി തകരപ്പള്ളി, ടിൻഡു സുഭാഷ് എന്നിവരും മറ്റു വാർഡംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് സംസാരിച്ചു. സമസ്ത മേഖലകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള സമഗ്രമായ വികസന രേഖയാണിതെന്ന് ബഡ്ജറ്റിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഈ ബജറ്റ് വാഴത്തോപ്പിന്റെ സമഗ്ര വികസനത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷ. പോലീസ് കാവലിലാണ് ബജറ്റ് അവതരണം നടന്നത്. മുൻപത്തെ പഞ്ചായത്ത് യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുണ്ടായ തർക്കവും ഏറ്റുമുട്ടലും പരിഗണിച്ചാണ് യോഗത്തിനിടെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.